തിരുവനന്തപുരത്തെ പ്രമുഖ ജ്വല്ലറിയിൽ നിന്ന് സ്വർണവുമായി കടന്ന പ്രതിയെ അന്വേഷിച്ച് 2 ദിവസം മുമ്പ് രാത്രിയിൽ തിരുവനന്തപുരത്തു നിന്നെത്തിയ പോലീസ് സംഘം വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ രാത്രിയിൽ പരിശോധന നടത്താനുള്ള പോലീസിന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം കരുനാഗപ്പള്ളി എസ്ഐയുടെ നേതൃത്വത്തിൽ 30-ലധികം പോലീസുകാർ പ്രദേശത്തെത്തുകയും പ്രതിയുടെ വീട്ടിലും സമീപത്തുള്ള വീടുകളിലും വാതിൽ പൊളിച്ചു കയറി പരിശോധന നടത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വീടുകളുടെ ജനലുകളും വാതിലുകളും തല്ലി തകർത്ത് അകത്ത് കിടന്ന പോലീസ് സംഘം വീട്ടുപകരണങ്ങളും വീടിന് പുറത്ത് കിടന്ന വാഹനങ്ങളും തല്ലി തകർത്തു. അവർ പകൽ വരട്ടെ, മഞ്ഞിട്ട് പകൽ വന്നിട്ട് സമൻസ് കാണിക്കുക, റൈഡിൻ്റെ നോട്ടീസ് കാണിച്ചിട്ടല്ലേ വീട് റെയ്ഡ് ചെയ്യേണ്ടത്. ഇത് അർദ്ധരാത്രിക്ക് വന്നിട്ട് വീട്ടുകളിൽ കയറി പെണ്ണുങ്ങളെ ശല്യം ചെയ്യുക, ഉപദ്രവിക്കുക, വീട് ആക്രമിക്കുക, അത് എവിടുത്തെ ന്യായമാണ്? അത് എവിടുത്തെ നിയമവ്യവസ്ഥയാണ്? എന്നാൽ പ്രതിയെ അന്വേഷിച്ചെത്തിയ പോലീസുകാരെ നാട്ടുകാർ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. തിരുവനന്തപുരത്തു നിന്നെത്തിയ പോലീസുകാരുടെ പരാതിയെ തുടർന്ന് 12ഓളം നാട്ടുകാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസ് അതിക്രമത്തിനെതിരെ നാട്ടുകാർ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി. മീഡിയ 1 കൊല്ലം.